ഹലോ, ഇന്ന് സൺഡേ ആയപ്പോൾ ഞാനും ചിരിയേട്ടനും തമ്പുരുക്കുട്ടിയും കൂടി ഒരു കുട്ടി ഷോപ്പിങ്ങിന് വന്നേക്കാണ് കേട്ടോ. നമ്മളെ വീടിനടുത്തുള്ള പുത്തമ്പള്ളിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് വേണ്ട മിക്ക ഐറ്റംസും ഇവിടുന്ന് തന്നെ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പുതിയ വീടൊക്കെ വെച്ചിട്ടുള്ളവർക്കാണെങ്കിൽ എല്ലാ ഐറ്റംസും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു വീട്ടിലേക്ക് വേണ്ട ഒരുവിധം ഐറ്റംസൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തമ്പുരുക്കുട്ടിക്ക് കുറച്ച് പാത്രങ്ങളും അതുപോലെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പാറൂനും തമ്പുരുക്കുട്ടിക്കും ചോറ് കൊടുക്കാനൊക്കെ ആയിട്ടൊരു പ്ലേറ്റ് നോക്കണം. കളർഫുള്ളായിട്ടുള്ള പ്ലേറ്റ് തന്നെ നോക്കണം കേട്ടോ. എങ്കിലേ ഭക്ഷണമൊക്കെ എന്തേലുമൊക്കെ ഒന്ന് ഇറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ കഴിക്കുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പാത്രമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചായ കപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് കപ്പുകളും ഗ്ലാസ്സുകളും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ബോക്സുകൾ, നമ്മൾ ഈ അടുക്കളയിലൊക്കെ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും അങ്ങനത്തെ പൊടി ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള ഒരേപോലത്തെ പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ തമ്പുരുക്കുട്ടിക്കും പാറൂനും പ്ലേറ്റ് നോക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം എടുത്തത് ഒരു റെഡും ബ്ലൂ ആണ് കേട്ടോ. പിന്നെയാണ് ജിതിയേട്ടൻ പറഞ്ഞത് ഒരേ കളർ എടുത്താൽ മതി, അല്ലെങ്കിൽ രണ്ട് പേരും വഴക്കാവുമെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് രണ്ട് ബ്ലൂ എന്നെ നോക്കി എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ജിതിയേട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ, എടുക്കുമ്പോൾ എപ്പോഴും ഒരേപോലത്തെ എടുത്തോന്ന്. വേറെ ഒന്നല്ല, രണ്ട് സൈക്കിൾ മേടിച്ചത് ഒരു ബ്ലൂവും അതുപോലെ ഒരു യെല്ലോയും ആണ്. പക്ഷെ രണ്ട് പേർക്കും ഇഷ്ടം യെല്ലോയാണ് കേട്ടോ. അതുമ്പോൾ തന്നെ രണ്ട് പേരും കയറുള്ളൂ. എപ്പോഴും അതിന് വേണ്ടിയിട്ട് അടിയാണ്. അതുകൊണ്ടാണ് ജിതിയേട്ടൻ പറഞ്ഞത് രണ്ടും ഒരേ കളർ എടുത്തോ, അപ്പോൾ അതൊരു പ്രശ്നമല്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ രണ്ടും ഒരേ കളർ എടുത്തു തരാൻ പറഞ്ഞിട്ട് അതേ കളർ തന്നെ എടുത്തു കേട്ടോ. അപ്പോഴാണ് എൻ്റെ തൊട്ട പിറകെ ഗ്ലാസ്സൊക്കെ ഉണ്ട്, അതെങ്ങാനും വീണ് പൊട്ടുമോ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ബൗള് നോക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അത് വേണ്ട, ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക സ്നാക്സൊക്കെ എന്ന് വിചാരിച്ചു. സ്നാക്സിന് സെപ്പറേറ്റ് ഒരു ബോക്സ് വേണ്ടാന്ന് ജിതിയേട്ടനും പറഞ്ഞു. അങ്ങനെ അത് എടുത്തു കേട്ടോ. ഇനി ചട്ടകം, കയ്യിലും അങ്ങനത്തെ പാത്രങ്ങളൊക്കെ നോക്കണം. പിന്നെ ഈ ഒരു ബൗൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്, പലതരം കളറും ഉണ്ട്. പക്ഷെ എന്തിനാ അത് എടുക്കണേ വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. തമ്പുരുക്കുട്ടിക്ക് നല്ല ഇഷ്ടമായി. തമ്പുരുക്കുട്ടി അതെൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു. പിന്നെ പോവാൻ നേരത്താണ് അത് അവിടെ വെച്ചിട്ടുള്ളൂ. കുറേ നേരം അത് കയ്യിൽ പിടിച്ചിട്ട് തന്നെ ഇരുന്നു. പിന്നെ ഞാനും മേടിക്കാൻ നിന്നില്ല. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഒരു ഷോപ്പിംഗ് എന്തായാലും കോളാവും കേട്ടോ. അപ്പോൾ ഞാനത് വലിയ മൈൻഡ് ചെയ്തില്ല, അവളെ കയ്യിൽ എന്നെ കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ നോക്കാനുണ്ട് കേട്ടോ. വേറൊന്നല്ല, കുറച്ച് കപ്പ് നോക്കണം കേട്ടോ. അവർക്ക് പാലും ഇതൊക്കെ കൊടുക്കാനായിട്ടുള്ള കപ്പ് നോക്കണം. സാധാരണ പാലൊക്കെ കൊടുക്കാറ് ഫീഡിങ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് മെല്ലെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഗ്ലാസ്സിലും കപ്പിലൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ജിതിയേട്ടൻ പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് നോക്കണ്ട, സ്റ്റീലിൻ്റെ കപ്പ് നോക്കിക്കോളാൻ. ശരിക്കും അതിൽ കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ സ്റ്റീൽ ടൈപ്പ് തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. പ്ലാസ്റ്റിക് അത്ര നല്ലതല്ലല്ലോ അവർക്ക് കൊടുക്കാനായിട്ട്. അടുക്കളയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല പാത്രങ്ങളാണ് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ വെക്കാനും അതുപോലെ ഫ്രിഡ്ജിൽ ഐറ്റംസ് വെക്കാനുള്ള ഒരുപാട് ബോക്സുകളും വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരേപോലെ തന്നെ ഒരുപാട് ബോക്സ് സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു സെറ്റിനൊന്നും അത്ര റേറ്റൊന്നും വരുന്നില്ല. അപ്പോൾ നോക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ചട്ടകം നോക്കുകയാണ് കേട്ടോ. സ്റ്റീൽ വേണോ അതോ മരത്തിൻ്റെ പോലത്തെ ഒരു മോഡലുണ്ട്, അത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും ഒരു ചട്ടകം ആവശ്യമാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഒക്കെ ഇടാൻ പറ്റിയ വലിയ പാത്രങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, സ്റ്റീൽ ടൈപ്പ് പാത്രങ്ങളും അതുപോലെ ഒരുപാട് ചെമ്പുകളും അലുമിനിയം എല്ലാ ടൈപ്പും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് പറ്റും. എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട്. പാത്രം കഴുകുന്ന ഈ ഒരു സ്പോഞ്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് അതിനൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും കേട്ടോ. ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സ്മെല്ല് വരും. അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. പിന്നെ കർട്ടൻസൊക്കെ നോക്കി, നല്ല ഭംഗിയുള്ള കർട്ടനുകളൊക്കെ ഉണ്ട്. പക്ഷേ കർട്ടനുകൾക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എടുത്തു കേട്ടോ. മെയിനായിട്ട് തമ്പുരുക്കുട്ടിക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി എടുത്തു കേട്ടോ. പിന്നെ ഒരുപാട് ഗ്ലാസ് ബോട്ടിൽസും അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള ജഗ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റീൽ ടൈപ്പ് തൂക്കുപാത്രങ്ങളും ചായ വയ്ക്കുന്ന പാത്രങ്ങൾ, അങ്ങനെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒരുവിധം പാത്രങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അധികമായിട്ടില്ല കേട്ടോ ഈ ഒരു ഷോപ്പ് ഇവിടെ വന്നിട്ട്. കുറച്ചായിട്ടുള്ളൂ ഈ ഒരു ഷോപ്പ് അവിടെ വന്നിട്ട്.
ഒരുപാട് ഐറ്റംസും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ വീടൊക്കെ വെക്കുമ്പോൾ അവിടേക്കുള്ള ഒരുപാട് ഐറ്റംസൊക്കെ നമുക്കൊരൊറ്റ ട്രിപ്പിൽ തന്നെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ കുഞ്ഞ് സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവൾക്ക് ചോറ് കൊടുക്കുമ്പോഴും അതുപോലെ ബേക്കറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ വെച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കിയതാണ്. പിന്നെ വേണ്ട വെച്ചു. പിന്നെ ചവിട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ചവിട്ടി നോക്കിയായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. ബില്ലൊക്കെ ചെയ്തു കേട്ടോ. അധികം ബില്ലൊന്നും ആയില്ല, കുറച്ച് ഐറ്റംസ് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ അടച്ചു ഞങ്ങൾ പോയി കേട്ടോ. പിന്നെ അധികമൊന്നും തപ്പി തിരയാൻ നിന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ മഴയൊക്കെ വരാനായപ്പോൾ ഞങ്ങൾ പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.